പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പുവറിൽ നിന്ന് ആവറേജിലേക്ക്, ആവറേജിൽ നിന്ന് ഗുഡിലേക്ക്, ഗുഡിൽ നിന്ന് എക്സലന്റിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ? ലുക്ക് വിതിൻ യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക. ലോകമെമ്പാടും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ ആത്മവിശ്വാസം എങ്ങനെ വളർത്താം, പരിപോഷിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള 11ാമത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. വിച്ചുരേസ് സ്പിരിച്വൽ സെന്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും, നൽകാൻ പോകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ അത് വളരെ നന്നായി ചെയ്തു, എനിക്ക് സാധിക്കുന്നതിന്റെ പരമാവധി ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും. അത്രയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചല്ലോ. വി ഡു അവർ ബെസ്റ്റ്. എനിക്ക് സാധിക്കുന്നതിന്റെ ഈ പരമാവധി വരെ ഉള്ളൂ നമ്മൾക്ക്. നമ്മളുടെ ശക്തി അപാരമാണ്, നമ്മുടെ കഴിവുകൾ അപാരമാണ്. ഇപ്പൊ ഒരാള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് അത്ഭുതപ്പെടാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് അതുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല? ഇതാണ് ചലഞ്ച്. എനിക്ക് സാധിക്കും, അവന് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകാറുണ്ടല്ലേ. നമുക്കെന്താ അതൊന്നും ചെയ്യാൻ സാധിക്കാതെ? പഠനത്തിന്റെ മേഖലകളിൽ പഠിച്ച് ഉയർന്നു പോകുന്നവരെ കണ്ടിട്ടില്ലേ? എല്ലാവരും ബിടെക്കുകാരാണ്, അല്ലെങ്കിൽ എംടെക്കുകാരാണ്, ടെക്നിക്കൽ ഫീൽഡിലൊക്കെ ഭയങ്കര വിദഗ്ധരാണ്. വിദേശങ്ങളിലേക്കൊക്കെ കുടികയറുന്നു, ഉന്നതമായിട്ടുള്ള ജോലികൾ സമ്പാദിക്കുന്നു. അമേരിക്കയിലും കാനഡയിലും ജർമ്മനിയിലും എന്നുവേണ്ട മിക്ക രാജ്യങ്ങളിലും നിന്ന് പലരും അന്തേവാസികളാണ്. സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്ത് അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ കുറച്ചു പേര് ഒന്നും ആകാതെ പോകുന്നുണ്ട്. അതിലൊരു വ്യക്തിയാണോ താങ്കൾ? എന്തുകൊണ്ടാണ് ഞാൻ ഒന്നും ആകാതെ പോയത്? സാധാരണ ബിസിനസ് ചെയ്തും വളരെ ഉയർന്ന നിലയിലെത്തുന്നവരില്ലേ? സാധാരണ ബിസിനസ് ഒക്കെ ചെയ്ത്. അപ്പൊ അതൊക്കെ നമ്മളുടെ ഉയർച്ചയ്ക്ക്, അതായത് നമ്മൾ തളരാതിരിക്കുക എന്നുള്ളതാണ്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏതു മേഖലകളെയും കയറിപ്പറ്റാനായിട്ട് സാധിക്കും. ഈ സെൽഫ് കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ പിന്തിരിയുന്നവരാണെങ്കിൽ, നമ്മൾ തളർന്നു പോകുന്നവരാണെങ്കിൽ, നമ്മൾക്കൊരു താല്പര്യമില്ലാതെ നമ്മൾ മാറി നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒന്നും നേടാനായിട്ട് സാധിക്കില്ല. സാധാരണക്കാരായിരുന്ന ഇബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ വക്കീൽ പ്രാക്ടീസ് നടത്തി ഒരു സാധാരണ വക്കീലായിട്ട് തീരേണ്ടിരുന്ന അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നില്ലേ? ജവഹർലാൽ നെഹ്റു ആശയങ്ങളുടെ മധ്യസ്ഥനായിരുന്നവരാണ്. അദ്ദേഹത്തിനേക്കാളും അത്രയ്ക്ക് നമുക്ക് അറിവിനോട് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കണം. അറിവ് നേടാനായിട്ട്, അറിവിന്റെ മേഖലകളെ പിടിച്ചടക്കുവാനായിട്ട്. ഇന്നൊക്കെ ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വാസ്റ്റ് നോളജാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ അറിവും നമ്മൾ ശരിക്കും യൂസ് ചെയ്യണം. അല്ലാതെ ഇപ്പൊ നമ്മളൊരു 10 വർഷം കഴിഞ്ഞാലും കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കാലഘട്ടം എടുത്താലും നമ്മൾ ഇന്നത്തെ പോലെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്താ അർത്ഥമാണുള്ളത്? അപ്പൊ പുതിയ മേഖലകളിലേക്ക് കയറി ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കണം. ലുക്ക് വിതിൻ യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക എന്നാണ് ഞാൻ ഈ ഇന്നത്തെ സന്ദേശത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കഴിവുകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അവനൊരു പഴഞ്ചൻ എന്ന് മറ്റുള്ളവര് നമ്മളെ പറയുവാനായിട്ട് ഇടവരരുത്. ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കുക, എങ്ങനെയുണ്ട് പഠനം? അപ്പൊ മിക്ക കുട്ടികളും പറയുന്നത് ആവറേജ് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, പുവർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ ആവറേജിലേക്ക് ഉയരണം. ആവറേജിൽ നിൽക്കരുത്. ആവറേജിൽ നിന്ന് നമ്മൾക്ക് ഗുഡിലേക്ക് കടക്കണം. ഗുഡ് എന്ന അവസ്ഥയിൽ നിന്ന് എക്സലന്റ് എന്ന് നമ്മൾക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. അപ്പൊ ഞാൻ 48ാമത്തെ വയസ്സിലാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നത്. അന്ന് എനിക്ക് 88% മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 48ാമത്തെ വയസ്സിലും എനിക്കത് സാധിച്ചുവെങ്കിൽ
ഒരു 20 വയസ്സ് 25 വയസ്സുള്ളവർക്കൊക്കെ എന്തുമാത്രം മേഖലകളിലേക്ക്, അതായത് ബുദ്ധിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ബുദ്ധിയുടെ പരമോന്നത അവസ്ഥ എത്രാമത്തെ വയസ്സാണെന്ന് അറിയില്ലേ? 18 മുതൽ 20 വയസ്സ് വരെയാണ്. അതായത് കൗമാരം, യൗവനത്തിന്റെ മൂർധന്യം വരെയാണ്. പിന്നെ നമ്മളുടെ യുവത്വമൊക്കെയാണ് തലനിൽക്കുന്ന കാലഘട്ടമാണ് 20 മുതൽ 40 വരെ. അപ്പൊ അതുകൊണ്ട് 20-ാം വയസ്സ് വരെയൊക്കെ നമ്മുടെ ബുദ്ധി അതിന്റെ പരമോന്നത തലത്തിൽ ഇന്റലിജന്റ് നിൽക്കുന്ന അവസ്ഥയിലൊക്കെ നന്നായിട്ട് അതാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ വർഷങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും അധ്വാനിച്ച് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിച്ചാൽ, കുമ്പസാരത്തിന് വരുന്ന കുട്ടികളോട് എല്ലാം പറയുന്നത് ഒരു ഉപദേശം ഞാൻ എന്ന് പറയുന്നത്, നന്നായിട്ട് പഠിക്കണം, നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എടുക്കണം. നമുക്കൊരു നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു 90 to 100 അല്ലെങ്കിൽ 90 to 95% ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ ഭയങ്കര ഉഴപ്പാണെന്ന് ചില കുട്ടികൾ പറയും. അപ്പൊ ഞാൻ നന്നായിട്ട് പഠിക്കും. നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം ആവിലായിലെ അമത്രേസ്യ ഡോക്ടർ ഓഫ് ദ ചർച്ചാണ്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, വൊക്കേഷനൊക്കെ എടുക്കുന്ന സമയത്ത്, ദൈവവിളിയൊക്കെ കുട്ടികൾ എടുക്കുമ്പോൾ പറയുന്നത് 2 കാര്യമുണ്ട്. ഒന്നില്ലെങ്കിൽ ഐദർ ദേ ഷുഡ് ബി ഇന്റലിജന്റ് ഓർ ദേ ഷുഡ് ബി പയസ്. ഒന്നില്ലെങ്കിൽ അവര് വലിയ ഭക്തരായിരിക്കണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിശാലികളായിരിക്കണം. ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് അപാരമായിട്ടുള്ള ഭക്തി ഉണ്ടാകണം. പക്ഷെ സെൽഫ് കോൺഫിഡൻസിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെയാണ്. നമ്മളിലുള്ള ബുദ്ധിയെ, നമ്മളിലുള്ള കഴിവുകളെ നമ്മൾക്ക് പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ ഒരു അകന്ന ബന്ധു, അവനൊന്നും ആയി തീർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടുകാരെല്ലാവരും കുറ്റപ്പെടുത്തുമായിരുന്നു. ഒരു ദിവസം എൻ്റെ മുമ്പിൽ വെച്ചും ആ മകൻ ഒരുപാട് കുറ്റപ്പെടുത്തി. അപ്പൊ അവൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തണേ? പക്ഷെ ഇന്ന് അവൻ വലിയ നിലയിലാണ്. അവരൊരു എഞ്ചിനീയറായി വീടുകളുടെയൊക്കെ പടം സ്കെച്ച് ചെയ്യുന്നു. നല്ല അതിമനോഹരമായിട്ടുള്ള സ്കെച്ചുകളാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ അവന് മനസ്സിലായി തന്റെ കഴിവുകൾ പുറത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്ത് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അവന്റെ ശക്തികളെ, കഴിവുകളെ മനസ്സിലാക്കാൻ തുടങ്ങി. അത് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അറിയപ്പെടുന്ന ഒരു സ്കെച്ച് എഞ്ചിനീയർ ആയിട്ട് തീർന്നു. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മൾ തളരാതിരിക്കുക, നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, നമ്മുടെ ഫെയിലിയേഴ്സിനെ നമ്മുടെ സക്സസിനുള്ള പടികളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ, ദൈവം നമ്മളിൽ നിറച്ചിരിക്കുന്ന ശക്തികൾ ദൈവത്തിന്റെ ശ്വാസമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞില്ലേ, അവിടുന്ന് മണ്ണുകൊണ്ട് അവനെ രൂപപ്പെടുത്തിയിട്ട് തന്റെ നിശ്വാസം അവനിലേക്ക് നൽകിയെന്നാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ശ്വാസമാണ് ആകുമ്പോൾ ദൈവത്തിന്റെ അതേ കഴിവുകളും ശക്തികളുമാണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് തൂത്ത് തുടച്ചെടുക്കണം. ഉപമയിൽ പറയില്ലേ, താലന്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും താലന്തുകൾ നൽകിയിട്ടുണ്ട്, ഓരോരുത്തരുടെയും യോഗ്യതകൾക്കനുസരിച്ച്. അത് ഇരട്ടിയാക്കി തീർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പൊ നമ്മിലേക്ക് നമുക്ക് തിരിയാനായിട്ട് സാധിക്കണം. നമ്മുടെ കഴിവുകളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അതിനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മിലുള്ള കഴിവുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പോരായ്മകളെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകളെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന വലിയ ആത്മവിശ്വാസമുള്ളവരായിട്ട് തീരാനായിട്ട് എല്ലാവർക്കും സാധിക്കുമെന്നുള്ള ഒരു ബോധ്യത്തോടെ നമ്മുടെ മുമ്പേ കടന്നുപോയവരെല്ലാം നമുക്ക് മാതൃകയാക്കി എടുക്കണം. ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓൺലി മഹാത്മാഗാന്ധി അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൻ തുടങ്ങിയ വലിയ ആൾക്കാരെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉയർന്നു പോയവരൊക്കെ എത്രയോ വലിയവരുണ്ട്, എത്രയോ മഹാന്മാരുണ്ട്. ഒരു കുട്ടി ഞാൻ ആലോചിക്കുകയാണ്, അവൻ വളരെ പാവപ്പെട്ടവനായിരുന്നു. അവനൊരു പെൺകുട്ടിയായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചു. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാർ വലിയ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളതായതുകൊണ്ട് കല്യാണം കഴിക്കാനൊന്നും അവരെ അനുവദിച്ചില്ല. ഇവൻ അതൊരു വാശിയായിട്ടെടുത്തു. ഇവൻ ജർമ്മൻ പഠിച്ചു, നഴ്സിംഗ് പഠിച്ചു, ജർമ്മനി പോയി. പെണ്ണിന്റെ മാതാപിതാക്കളുടെ മനസ്സ് മാറി, വിവാഹം കഴിച്ചപ്പോൾ നല്ല നിലയിൽ ജീവിക്കും. ഇതാണ് നമുക്കുണ്ട്, നമുക്ക് കഴിവുകളുണ്ട്. നമുക്കതൊന്ന് തട്ടിക്കുടഞ്ഞൊന്ന് എടുത്താൽ മാത്രം മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറന്നു കയറാനുള്ള ശക്തി നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ വളർത്തിയെടുത്തുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക് പറന്നു വരുവാനായിട്ട് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.